പുതുവത്സര സമ്മാനങ്ങളുമായി വരുന്നു മാരി ഗോൾഡൻ ഡയമണ്ട്സ്. ഉദ്ഘാടനം ജനുവരി 1-ാം തീയതി കാലത്ത് 10 മണിക്ക് പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ നടക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നോട്ടീസ് കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങൾ. മാരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, പൂക്കോട്ടുംപാടം. വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ് 3 മാസത്തിനകം പ്രവർത്തനം തുടങ്ങാൻ സാധിക്കുമെന്ന് AP അനിൽകുമാർ MLA. ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനം ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുവാനാണ് തീരുമാനം. സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ്. 2-3 മാസങ്ങൾ കൊണ്ട് നമുക്ക് ഡയാലിസിസ് യൂണിറ്റ് തുറന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് HMC കൂടി. HMCക്കകത്ത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡോക്ടർ അവതരിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളിലും പരിമിതിയുണ്ട്. ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതിന് പരിമിതിയുണ്ട്. MLA എന്നുള്ള നിലയ്ക്ക് എനിക്ക് എൻ്റേതായ പരിമിതിയുണ്ട്, പഞ്ചായത്തുകൾക്ക് പരിമിതിയുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിനുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു ജനകീയമായ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുത്ത് അതിനൊരു തുടക്കം കുറിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം. ഇവിടെ ഡോക്ടർ സൂചിപ്പിച്ചു, ഇനി 10 മെഷീൻ എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. നമ്മളൊക്കെ ആഗ്രഹം അത് തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അതൊരു 6-7 മെഷീനെങ്കിലും നമുക്ക് തുടക്കത്തിലുണ്ടാകും. അതോടൊപ്പം തന്നെ പ്രാരംഭ ഘട്ടത്തിൽ 1 വർഷത്തിലേക്കുള്ള ഒരു എല്ലാ എക്സ്പെൻസും, അതായത് അതുമായി ബന്ധപ്പെട്ട ക്ലീനിങ് സ്റ്റാഫ് ഉൾപ്പെടെ, നഴ്സിംഗ് സ്റ്റാഫ് ഉൾപ്പെടെ, മറ്റ് ഡയാലിസിസ് ചെയ്യുന്ന ടെക്നീഷ്യൻ ഉൾപ്പെടെ അവർക്കുള്ള സാലറി, മെഡിസിൻ, അതായത് 1 രൂപ പോലും വാങ്ങാതെ, പൊതുവെ പല ഹോസ്പിറ്റലുകളും പല സെൻറ്ററുകളിൽ നിന്നും 500 രൂപയൊക്കെ ചിലപ്പോൾ വാങ്ങാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, 1 രൂപ പോലും വാങ്ങാതെ സമ്പൂർണ്ണമായി സൗജന്യം നൽകണമെന്നാണ് പൊതുവെ HMCയുടെ ഒരു തീരുമാനമായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിനാവശ്യമായ മെഡിസിൻ മുഴുവൻ നമ്മൾ ഓരോ രോഗിക്കും വേണ്ട മെഡിസിൻ നമുക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങളന്ന് കണക്കെടുത്തപ്പോൾ ഞാൻ അന്നൊരു തീരുമാനത്തിലെത്തിയത് 1 വർഷത്തിലേക്കുള്ള ഒരു തുക ആദ്യമായി തന്നെ കണ്ടെത്തുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഒരു 50 ലക്ഷം രൂപ നമുക്ക് ആദ്യം സമാഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം. ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തിക്കാനാവശ്യമായ ചിലവുകൾ ഉൾപ്പെടെ ജനകീയ പങ്കാളിത്തത്തോടെ കണ്ടെത്താനാണ് ശ്രമം. ഇതുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, വിവിധ ബാങ്ക് പ്രസിഡന്റുമാർ തുടങ്ങിയവരുടെ യോഗമാണ് വിളിച്ചു ചേർത്തത്. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VK ഹസ്കർ അലി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മൽ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ V ശിവശങ്കരൻ, N അജിത, T സുലൈഖ, അംഗങ്ങളായ KC കുഞ്ഞുമുഹമ്മദ്, NA മുബാറക്ക്, T രവീന്ദ്രൻ, BDO YP മുഹമ്മദ് അഷ്റഫ്, മെഡിക്കൽ ഓഫീസർ ഉമ്മർ പള്ളിയാളി, HMC അംഗങ്ങളായ VAK തങ്ങൾ, V അർജുൻ, TP ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.